ഇവരെന്താണ് ഈ കാണിക്കണത്? നക്ഷത്രം കടയിൽ നിന്ന് വാങ്ങിച്ചാ പോരെ, ഇത്രയും കഷ്ടപ്പെടണോ? അത് ശരിയാണ്, പക്ഷേ സ്വന്തമായ നക്ഷത്രം ഉണ്ടാക്കി തൂക്കുന്നതിൽ ഒരു ത്രില്ലേ. നടക്കട്ടെ നടക്കട്ടെ, ഉഷാറായിക്കോട്ടെ. ക്രിസ്മസിന് നക്ഷത്രം ഉണ്ടാക്കുകയും തൂക്കുകയും ചെയ്യുന്ന പാരമ്പര്യം എപ്പോഴാണ് തുടങ്ങിയതെന്ന് അറിയാമോ? 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയ കാലം മുതലേ നക്ഷത്രത്തിന് സ്ഥാനം ലഭിച്ചു. ജ്ഞാനികൾ ഈശോയുടെ പക്കലേക്ക് വഴികാട്ടിയ നക്ഷത്രത്തെ കുറിച്ച് ബൈബിളിൽ പറയുന്നുമുണ്ട്. ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരെ രക്ഷിക്കാനായി ഉദിച്ച നക്ഷത്രമാണ് ഈശോ എന്നതിന്റെ സൂചനയാണെന്നും പറയുന്നു. മിടുക്കന്മാരെയും മിടുക്കികളെയും വിശേഷിപ്പിക്കുന്നത് സ്റ്റാർ എന്ന് വിളിച്ചാണ്. എന്നാൽ ക്രിസ്മസിനോട് ചേർത്ത് വെക്കുമ്പോൾ സ്റ്റാർ എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തെയും പ്രകാശിപ്പിക്കുന്നവർ എന്നല്ലേ അർത്ഥം? ഞാനൊരു പുൽക്കൂടിനുള്ളിലായിരുന്നു. മാതാവ് ഉണ്ണീശോനെ പാട്ടുപാടി ഉറക്കുന്നതൊക്കെ കണ്ടു. എന്തൊരു ശേലായിരുന്നു. കാർമക്കോടം പള്ളിയിലെ 10-200 നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ. കഴിഞ്ഞ കൊല്ലം എന്നെ ഒരു ഫ്ലാറ്റിന്റെ ബാൽക്കണിയിലാ തൂക്കിയത്. വെയിലും മഴയും എല്ലാം കൊണ്ട്. ചുറ്റുമുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന നന്മകൾ ചെയ്ത് നമുക്കും ഷൈനിങ് സ്റ്റാർസായി മാറാം.